ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. കഴിഞ്ഞ ദിവസം മലപ്പുറം താനൂര് ബോട്ട് അപകടം ഉണ്ടായില്ലേ, അതിൽ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു. അപ്പോൾ ആ ഒരു നിമിഷം വല്ലാത്തൊരു വേദന ജനിപ്പിക്കുന്ന ഒരു നിമിഷമായിരുന്നു അത്. നമ്മുടെ വാക്കുകൊണ്ട് പോലും ആ കുടുംബത്തിനെ നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയില്ല. എന്നാലും ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന ഈ ബോട്ടിലാണ്. ബോട്ടിൽ നിന്നാണ് ആ ഒരു ദാരുണ അന്ത്യം നടന്നത്. അതിന് കാരണമായ ബോട്ട് ഇവിടെയുണ്ട്. അതിന് കാരണമായ ആൾക്കാരെ ബഹുമാനപ്പെട്ട പോലീസ് സാർമാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും അത് നിയമത്തിൻ്റെ വഴിക്ക് അങ്ങനെ നടക്കട്ടെ. ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. അപ്പോൾ ഞങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഒരു വാക്ക് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മൾ നന്നായിരിക്കുമ്പോൾ നമ്മൾ ആരെയും ആലോചിക്കാറില്ല. നമ്മളെപ്പോഴും എന്താ പറയുക, ഒരു കഷ്ടത്തിലിരിക്കുമ്പോഴായിരിക്കണം നമ്മൾ അവരെ പോയി ആശ്വസിപ്പിക്കേണ്ടത്. ഇന്നിപ്പോൾ ആശ്വസിപ്പിക്കാൻ മാത്രം ഉള്ള വാക്കുകളൊന്നും എൻ്റെ കയ്യിലില്ല. എന്നാലും ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ പോയി അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക. ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങളൊന്ന് അവിടെ പോയി ഒന്ന് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനായിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പുഴ, ഈ ഒരു കടലിൻ്റെ പകുതിയാണ് ഇത് കാണുന്നത്. ഒരു തോടെന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു മരണം സംഭവിച്ചത്. എന്തായാലും വല്ലാത്തൊരു വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് എത്താൻ സാധിക്കായികയല്ല, എത്ര മനസാക്ഷിയുള്ളവനും ആ ഒരു ഫോൺ ക്യാമറ എടുത്ത് നമുക്ക് ആ ഒരു വീഡിയോ ഒന്നും പകർത്താൻ കഴിയില്ല. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എല്ലാവരും വീഡിയോ കാണുക, ഇത്രമാത്രം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് അപകടം സംഭവിച്ചത്. ഇവിടെ നിന്നും ഒരുപാട് പേര് രക്ഷാപ്രവർത്തനത്തിനായിട്ട് വരികയും അതേപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ ചെരുപ്പുകളുണ്ടല്ലോ, ഇത് ഒരുപക്ഷെ രക്ഷപ്പെട്ടവരുടെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ജീവൻ പൊലിഞ്ഞ ആൾക്കാരുടെ ആയിരിക്കാം. എന്തായാലും അവസാന സാക്ഷ്യം വഹിച്ച ചെരുപ്പുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സെൻറ്റർ ഭാഗത്താണ് ഈ ദാരുണ അന്ത്യം നടന്നത്, അപകടം സംഭവിച്ചത്. വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഈ 11 പേരുടെയും എന്താ പറയുക, ഒരു സ്ഥലത്ത് ഇവർ 11 പേരും ഒരുമിച്ചൊരു വീട്ടിൽ കഴിഞ്ഞ ആൾക്കാരെ ഒരു സ്ഥലത്ത് അന്തിയുറങ്ങുക. ആ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറ്റില്ല, അത് കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ കരയാൻ പോലും കഴിയാതെ ഒരു ഉമ്മ അവിടെ കിടക്കണം കേട്ടോ. കിടപ്പോൾ വല്ലാത്ത വേദന. ആ കുടുംബത്തിന് നീതി കിട്ടണം. അത് മാത്രമല്ല, ഈ മരിച്ച 22 പേർക്കും നീതി ഉറപ്പാക്കണം എന്നാണ് എനിക്ക് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന ബഹുമാനപ്പെട്ട
ഒരുപാട് എന്താ പറയുക, രാഷ്ട്രീയക്കാരായാലും ശരി, അതുപോലെ നിയമപാലകരായാലും ശരി, എല്ലാവരും ഈ ഒരു കുടുംബങ്ങൾക്ക് നീതി ലഭിക്കാനായിട്ട് പോരാടണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. കാരണം എനിക്ക് അത്രത്തോളം വിഷമം വന്നൊരു നിമിഷമാണ്. കാരണം ഞങ്ങളവിടെ പോയ സമയത്ത് ഞങ്ങളെ ഒരാളിങ്ങനെ ആനയിച്ചുകൊണ്ട്, അതായത് വരൂ, എവിടെന്നാ വരുന്നേ, എന്താ ചെയ്യുന്നേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ വ്യക്തി, ആ ഒരു ഇക്ക ഉണ്ടല്ലോ, ആ ഇക്കയുടെ 4 മക്കളാണ് നഷ്ടപ്പെട്ട്, 4 മക്കളും ഭാര്യയും നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം മനസ്സിനെ കല്ലാക്കി അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു വേദന തോന്നി. പക്ഷെ ഞാൻ അവിടെ നിന്നും എല്ലാവരോടും ഇന്നെ ചിരിച്ച്, ശരി വിഷമിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു വന്ന എനിക്ക് ഈ ഖബറ് കണ്ടതും എനിക്ക് എന്താ പറയുക, താങ്ങാനാവാത്ത ഒരു വിഷമം എനിക്കേ താങ്ങുന്നില്ല. എൻ്റെ ആശ്വാസവാക്കുകളൊന്നും ആ കുടുംബത്തിന് ഒന്നുമല്ല. എന്നാലും ആ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് നീതി ലഭിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം. എന്തായാലും 22 പേരുടെ ജീവനെടുത്ത ഈ ഒരു ബോട്ടിൻ്റെ ഉടമയ്ക്കും തക്കതായ ശിക്ഷ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.